മഹേഷ്, ഇന്നലെ ഇന്ത്യ പരാജയപ്പെട്ടു ഓസ്ട്രേലിയയോട്. T20-യിൽ വമ്പൻ പരാജയമായിരുന്നു. 13ാമത്തെ ഓവറിലൊക്കെ അവർ ജയിച്ചു. അതുപോലെ തന്നെ രഞ്ജി ട്രോഫിയിൽ ഇന്ന് കേരളത്തിൻ്റെ കളിയുണ്ട്. എന്തൊക്കെയാണ് കായിക ലോകത്ത് നിന്ന് പ്രധാനപ്പെട്ട വാർത്തകൾ? യെസ് നൗഫൽ, ജിൽസി, ഗുഡ് മോർണിംഗ്. നമുക്ക് ആദ്യം ചോദിക്കുന്നത് സുനിൽ ഗവാസ്കറുടെ പാട്ട് കേൾക്കണമെന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നാളെ ഇന്ത്യ ലോകകപ്പ് നേടിയാൽ സുനിൽ ഗവാസ്കർ ജമീമ റോഡ്രിഗസിനൊപ്പം പാട്ട് പാടും എന്നുള്ളൊരു ഓഫർ പറഞ്ഞിട്ടുണ്ട്. പാട്ട് മാത്രമല്ല, ഗിറ്റാറും വായിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് കാത്തിരിക്കുകയാണ്. ഒപ്പം തന്നെ രഞ്ജി ട്രോഫി മത്സരങ്ങൾ ഇന്ന് തുടങ്ങുകയാണ്. ഇന്ന് കേരളത്തിൻ്റെ കളിയുണ്ട്. കർണാടകയെ നേരിടുകയാണ്. മംഗലപുരത്ത് ആദ്യമായി ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിന് വേദിയാവുകയാണ്. അതുകൂടാതെ സൂപ്പർ കപ്പിൽ ഇന്നലെ ചെന്നൈയിൻ FC-യുടെ ഗോളി ഒരു ഗോൾ അടിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ നിറയെ വാർത്തകളുണ്ട്, വിശേഷങ്ങളുണ്ട്. വിശദമായിട്ട് പോവാം. നമ്മൾ ആദ്യം പോകുന്നത് രഞ്ജി ട്രോഫി ക്രിക്കറ്റിലേക്കാണ്. കേരളം ഇന്ന് കർണാടകയെ നേരിടുകയാണ്. സീസണിൽ കേരളത്തിന്റെ 3ാം മത്സരമാണ് ഇന്നത്തേത്. ആദ്യ മത്സരത്തിൽ മഹാരാഷ്ട്രയ്ക്കും 2ാം മത്സരത്തിൽ പഞ്ചാബിനുമെതിരെ കേരളം 1ാം ഇന്നിംഗ്സ് ലീഡ് വഴങ്ങിയിരുന്നു. 2 മത്സരങ്ങളിൽ നിന്ന് നിലവിൽ 2 പോയിന്റ് മാത്രമാണ് കേരളത്തിനുള്ളത്. തിരുവനന്തപുരം മംഗലപുരത്തെ KCA സ്റ്റേഡിയത്തിലാണ് മത്സരം. ഈ വേദിയിലെ ആദ്യ ഫസ്റ്റ് ക്ലാസ് മത്സരം കൂടിയാണിത്. കഴിഞ്ഞ മത്സരത്തിനിടെ പരിക്കേറ്റ സൽമാൻ നിസാറിനെയും വത്സൽ ഗോവിന്ദിനെയും ടീമിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ബംഗ്ലാദേശിനെതിരായ T20 പരമ്പര തൂത്തുവാരി വെസ്റ്റ് ഇൻഡീസ്. 3ാം T20-യിൽ 5 വിക്കറ്റ് ജയം സ്വന്തമാക്കിയാണ് വിൻഡീസ് പരമ്പര 3-0 പിടിച്ചെടുത്തത്. ഇതോടെ ഏകദിന പരമ്പര തോൽവിക്ക് വിൻഡീസ് കണക്ക് വീട്ടി. ആദ്യം ബാറ്റ് ചെയ്ത ബംഗ്ലാദേശ് നിശ്ചിത 20 ഓവറിൽ 151 റൺസിന് ഓൾ ഔട്ടായി. വെസ്റ്റ് ഇൻഡീസ് 16.5 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം നേടി. മത്സരത്തിൽ വിൻഡീസ് താരം റൊമാരിയോ ഷെഫേർഡ് ഹാട്രിക് നേടി. മത്സരത്തിന്റെ 17ാം ഓവറിലെ അവസാന പന്തിൽ വിക്കറ്റെടുത്ത ഷെഫേർഡ് പിന്നീട് 20ാം ഓവറിലെ ആദ്യ 2 പന്തുകളിൽ കൂടി വിക്കറ്റെടുത്താണ് ഹാട്രിക് പൂർത്തിയാക്കിയത്. വനിതാ ലോകകപ്പ് ഫൈനൽ നാളെയാണ്. 2 തവണ കൈവിട്ട വനിതാ ലോകകപ്പിനായി ഇന്ത്യ കാത്തിരിക്കുകയാണ്. വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്കയാണ് ഇന്ത്യയുടെ എതിരാളികൾ. നവി മുംബൈയിലെ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ 3 മണിക്കാണ് മത്സരം ആരംഭിക്കുക. 7 തവണ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയെ സെമിയിൽ 5 വിക്കറ്റിന് കീഴടക്കിയ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ. ദക്ഷിണാഫ്രിക്ക 4 തവണ ജേതാക്കളായ ഇംഗ്ലണ്ടിനെ 125 റൺസിന് തകർത്താണ് ആദ്യമായി ഫൈനലിലെത്തിയത്. ഇന്ത്യ 2005-ലും 2017-ലും ഫൈനലിലെത്തിയിരുന്നു. ഓസ്ട്രേലിയയോടും ഇംഗ്ലണ്ടിനോടും അന്ന് ഇന്ത്യ പരാജയപ്പെട്ടിരുന്നു. വനിതാ ഏകദിന ക്രിക്കറ്റ് സെമി ഫൈനലിൽ ഓസ്ട്രേലിയ തകർത്തതിന് പിന്നാലെ ജമീമ റോഡ്രിഗസിനെ പുകഴ്ത്തി മുൻ ഇന്ത്യൻ നായകൻ സുനിൽ ഗവാസ്കർ. ബാറ്റിംഗിൽ മാത്രമല്ല ഫീൽഡിങ്ങിലും ജമീമ മികച്ച പ്രകടനം കാഴ്ചവെച്ചുവെന്നും ഗവാസ്കർ പറഞ്ഞു. ഇന്ത്യ ലോകകപ്പ് നേടിയാൽ ജമീമയുമായി ഡ്യുവറ്റ് ഗാനം അവതരിപ്പിക്കുമെന്നും ഗവാസ്കർ പറഞ്ഞു. ഇന്ത്യ ലോകകപ്പ് നേടിയാൽ ഞാനും ജമീമയും ചേർന്നൊരു പാട്ട് പാടും. ജമീമ തയ്യാറാണെങ്കിൽ അങ്ങനെ ചെയ്യും. ജമീമയുടെ ഗിറ്റാറും കൂടെ ഉണ്ടാകുമെന്നാണ് സുനിൽ ഗവാസ്കർ പറഞ്ഞത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് വരികയാണ്. ഇന്ന് 7 മത്സരങ്ങളാണ് EPL-ലുള്ളത്. 8:30 നടക്കുന്ന മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെയും ക്രിസ്റ്റൽ പാലസ് ബ്രെൻഫോർഡിനെയും നേരിടും. ആഴ്സണൽ ബേൺലി മത്സരവും ഇതേ സമയത്ത് നടക്കും. രാത്രി 11 മണിക്കാണ് ടോട്ടനം ചെൽസി പോരാട്ടം. ലിവർപൂൾ ആസ്റ്റൺ വില്ല മത്സരം ഇന്ത്യൻ സമയം പുലർച്ചെ 1:30-ക്കാണ്. ലാലിഗയിൽ ജിറോണയെ 1-നെതിരെ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ഗെറ്റാഫെ. മരിയോ മാർട്ടിൻ, ബി മയോറൽ എന്നിവരാണ് ജിറോണയ്ക്കായി ഗോളുകൾ നേടിയത്. ഷുവാനിയുടെ ഗോളാണ് ഗെറ്റാഫയുടെ നില മെച്ചപ്പെടുത്തിയത്. ലാലിഗയിൽ ഇന്ന് റയൽ മാഡ്രിഡ് വലൻസിയയെ നേരിടും. ഇന്ത്യൻ സമയം പുലർച്ചെ 1:30-ക്കാണ് മത്സരം. വൈകിട്ട് 8:45-ന് നടക്കുന്ന മത്സരത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് സെവിയയുമായി ഏറ്റുമുട്ടും. വിയാറയിൽ റയോ വായക്കാനോ മത്സരവും ഇന്ന് നടക്കും. സൂപ്പർ കപ്പിൽ ഇന്നലെ നടന്ന കൊൽക്കത്ത ഡെർബി ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞു. ഇതോടെ 5 പോയിന്റുകളുമായി ഗോൾ വ്യത്യാസത്തിന്റെ ആനുകൂല്യത്തിൽ ഗ്രൂപ്പ് ജേതാക്കളായ ഈസ്റ്റ് ബംഗാൾ സൂപ്പർ കപ്പിന്റെ സെമി ഫൈനലിലേക്ക് മുന്നേറി. ഗ്രൂപ്പ് എയിൽ മോഹൻ ബഗാൻ 5 പോയിന്റുമായി 2ാം സ്ഥാനത്താണ്. ഇന്നലെ നടന്ന ചെന്നൈയിൻ ഡെംബോ FC സൂപ്പർ കപ്പ് പോരാട്ടത്തിൽ സ്വന്തം ബോക്സിൽ നിന്ന് കിക്കെടുത്ത് ഗോൾ നേടി ചെന്നൈയുടെ ഗോൾ കീപ്പർ സാമിക് മിത്ര. മത്സരത്തിൽ ആദ്യം മുന്നിലെത്തിയ ഡെംബോയെ സമനിലയിൽ പിടിച്ചിട്ടത് സാമിക് മിത്രയുടെ ഗോളിലൂടെയാണ്. ബോക്സിനുള്ളിൽ പന്ത് കയ്യിലാക്കിയ മിത്ര എതിർ ഗോൾ കീപ്പർ മുന്നിലായി നിൽക്കുന്നത് കണ്ടയുടൻ സ്വന്തം ബോക്സിൽ നിന്ന് ഷോട്ട് തീർക്കുകയായിരുന്നു. എതിർ ബോക്സിന് തൊട്ടു മുന്നിലായി ഒരു തവണ പന്ത് നിലത്ത് കുത്തിയ ശേഷം മുമ്പിലേക്ക് കയറി നിന്നിരുന്ന ഡെംബോ ഗോൾ കീപ്പർ ആശിഷ് സിബിയുടെ തലയ്ക്ക് മുകളിലൂടെ പോസ്റ്റിലേക്ക് കയറി. മത്സരം സമനിലയിൽ അവസാനിച്ചതോടെ ഇരു ടീമുകളും സൂപ്പർ കപ്പിൽ നിന്ന് പുറത്താവുകയും ചെയ്തു. സൂപ്പർ കപ്പിൽ ഇന്ന് 2 മത്സരങ്ങളാണ്. ഇന്റർകാശി ജംഷഡ്പൂരിനെ വൈകിട്ട് 4:30-ക്ക് നേരിടും. FC ഗോവ നോർത്ത് ഈസ്റ്റ് മത്സരം രാത്രി 7:30-ക്കാണ്. ഗ്രൂപ്പ് ബിയിൽ കളിച്ച 2 മത്സരങ്ങളും ജയിച്ച FC ഗോവ നേരത്തെ തന്നെ സെമി ഉറപ്പിച്ചിരുന്നു.